ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. എൻ്റെ പേര് രഞ്ജിത്ത് കൃഷ്ണൻ. സിൽസ് റൂട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ വർക്കലയിലാണ്, വർക്കലയിലെ ബീച്ചിലാണ്. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യും. അതേപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് എല്ലാ നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്യുകയും ചെയ്യുക. നമ്മൾ ഉച്ച സമയമാണ് ബീച്ചിലേക്ക് വന്നിട്ടുള്ളത്. വലിയ തിരക്കില്ല എന്നുള്ളതാണ് വാസ്തവം ഇന്നത്തെ ദിവസം. ബലിതർപ്പണത്തിന് വേണ്ടി വരുന്നവർക്ക് വേണ്ടിയുള്ള ബലിത്തറ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ള ബലിത്തറയാണത്. അവിടെ ആ ഒരു മണ്ഡപത്തിൽ വെച്ചാണ് ബലിതർപ്പണത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഒരു ഫ്രണ്ട് സൗദിയിൽ നിന്ന് വിളിച്ചിരുന്നതാണ്. എൻ്റെ സ്കൂൾ മേറ്റ് കം കോളേജ് മേറ്റ് കം എല്ലാം കമ്മാണ്. അവൻ വിളിച്ചിരുന്നതാണ്. പേര് സാനു എന്നാണ്, സാനു കെ ബാബു എന്നാണ്. അവൻ ജസ്റ്റ് ഒന്ന് വിളിച്ചാണ്. നേരത്തെ വീഡിയോ കണ്ടു എന്നുള്ള രീതിയിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സൊക്കെ വരുത്താനുണ്ട് എന്നുള്ള അവൻ്റെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് പറയുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വിളിച്ചാണ്. സാനു കെ ബാബു അവൻ സൗദി അറേബ്യയിൽ ഹാർലി ഡേവിഡ്സൺ ബൈക്കിൻ്റെ ഷോറൂമിൻ്റെ മാനേജറാണ്. ഷോറൂം മാനേജറാണ് ആൾ. അപ്പം ആളുടെ കുറച്ച് സജഷൻസ് പറയാൻ വേണ്ടി വിളിക്കുകയുണ്ടായതാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. എനിക്ക് ഒരു ക്ലയൻറ്റ് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വർക്കല വരികയുണ്ടായത്. അപ്പോൾ ഇനി ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യണം. അതിനുശേഷം ഭക്ഷണം കഴിച്ചിട്ട് അടുത്ത ക്ലയൻറ്റിനെ കാണാൻ വേണ്ടി പാരിപ്പള്ളിക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് ക്ലയൻറ്റ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് കാണാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. എൻ്റെ റിറ്റ്സിൻ്റെ ഒരു വീഡിയോ എടുക്കാം എന്നുള്ള രീതിയിലാണ്. ഫ്രണ്ട്സ്, ഞാനിങ്ങനെ ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അത് കഴിഞ്ഞിട്ടുള്ള പിക്ചർ എടുക്കുന്നതായിരിക്കും. എത്ര സമയം എടുക്കും അവിടെ എന്നുള്ള അറിയില്ല. ഇത്രയും ക്ലിയറായിട്ട് കിടക്കുന്ന ഒരു ബീച്ച് ഇപ്പോൾ വരെ കാണത്തില്ല. ശുദ്ധമായി എന്നുള്ളതാണ് വാസ്തവം. ഗസ്റ്റുകളൊക്കെ വളരെ കുറവാട്ടോ. നമ്മൾ ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ക്ലയൻറ്റിൻ്റെ ആരും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സ്ഥലം ഒന്ന് കണ്ടുവച്ചു. ഇനിയിപ്പം ഇവിടുന്ന് നമുക്ക് തിരിച്ച് പാരിപ്പള്ളിക്കാണ് പോകേണ്ടത്. അപ്പോൾ നമ്മളെ ഈ വലത്ത് സൈഡിലത്തെ കുന്നാണ് ജനാർദ്ദന സ്വാമി ക്ഷേത്രമാണ്. ഭയങ്കര പ്രസിദ്ധമാണ്. ദക്ഷിണ കാശി എന്നൊക്കെയാണ് അറിയപ്പെടുന്ന ജനാർദ്ദന സ്വാമി ക്ഷേത്രം. ഇവിടുന്ന് ലെഫ്റ്റ് പോകുകയാണെന്നുണ്ടെങ്കിൽ പരവൂര് പോവാം. നമുക്ക് പാരിപ്പള്ളിക്ക് പോകേണ്ടതുകൊണ്ട് നേരെ പുന്നമൂടി ചെന്ന് വേണം നമുക്ക് തിരിഞ്ഞു പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരെ, അതേപോലെ തന്നെ നമുക്ക് വണ്ടിക്ക് ഡീസൽ അടിക്കണം. ഡീസൽ കുറവാണ്. അപ്പം ഡീസൽ അടിച്ചിട്ട് വേണം പോകാൻ.
നല്ല റോഡാണ് കേട്ടോ, നല്ല കിടിലം റോഡാണ് ഉണ്ടാക്കിയിട്ടേക്കുന്നത്. നമുക്ക് പറ്റുവാണെങ്കിൽ ശിവഗിരിയും കൂടെ കണക്ട് ചെയ്ത് പോവാം. ശിവഗിരിയുടെ മഠവും, മഠത്തിൽ കയറുന്നില്ല, പുറത്ത് നിന്ന് നമുക്ക് ഒന്ന് കണ്ടിട്ട് പോകാം ശിവഗിരിയുടെ മണ്ഡപവും എല്ലാം. റൗണ്ട് എടുത്ത് പോകാൻ. അപ്പോൾ അങ്ങോട്ട് പോകുന്നതാണ് നമ്മളെ ശിവഗിരി മഠം. ഇതിലൂടെ നേരെ പോകുന്നതാണ് ശിവഗിരി മഠത്തിലോട്ട് പോകുന്ന വഴിയാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ പാരലലായിട്ട് തന്നെയാണ്. കണ്ടില്ലേ, ലെഫ്റ്റ് സൈഡിൽ ശ്രദ്ധിച്ചോ, ആ ബസ്സിൻ്റെ സൈഡിലായിട്ട് ശിവഗിരി മഠം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെയും വലിയ 2 ബോർഡിൽ ശ്രീനാരായണ കോളേജ്, നടയറ എന്നുള്ള രീതിയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ നടയറ വഴിയാണ് നമ്മൾ പോകുന്നത്. ഇപ്പം നേരെ ശിവഗിരി മഠത്തിലോട്ടുള്ള വഴിയാണ്. തീർത്ഥാടന സമയമാകുമ്പോഴത്തേക്ക് ഈ ഷീറ്റ് വെച്ച് മറച്ചേക്കുന്ന ആ ഭാഗം തൊട്ട് അങ്ങ് വരെ ഷോപ്പുകളുടെ ഒരു ബഹളമായിരിക്കും. ഇപ്പം ഈ ഒരു കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഇവിടെ എല്ലാം റൈറ്റ് സൈഡിലൊക്കെ ഭയങ്കരമായിട്ട് ചെടിയൊക്കെ കിളിർത്ത് നിൽക്കുന്നത്. ഇപ്പോൾ പണിതാണ് ഈ ഒരു ഹോള്. നേരത്തെ ഈ ഹോളൊന്നും ഇല്ലായിരുന്നു. അതെന്തായാലും നല്ല ഒരു കാര്യമാണ് ശിവഗിരി മഠം ചെയ്തത്. എന്ന് വെച്ചാൽ നമുക്ക് ഈ വിൽപ്പനക്കാർക്ക് നല്ല രീതിയിൽ വിശ്രമിക്കാനൊക്കെ പറ്റുന്ന രീതിയിലാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് റൈറ്റിലോട്ട് തിരിയുന്നതാണ് ശിവഗിരി മഠം. ഇതിനകത്തോട്ട് കയറാൻ പറ്റുമോയെന്നൊന്നും അറിയില്ല, കാരണം ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നമുക്ക് വെളിയിൽ നിന്നുള്ള കാഴ്ചകൾ കണ്ടിട്ട് വരാം. ഇതാണ് മഠം. മഹാസമാധിയാണ്, ശ്രീനാരായണ ദേവൻ്റെ മഹാസമാധി മഠമാണ് നേരെ കാണുന്നത്.
റൈറ്റിലോട്ട് പോകുന്ന വൈദിക മഠമാണ്. ഇത് പഞ്ചജന്യ ഹാളാണ് നേരെ കാണുന്നത്. മഠത്തിൽ ഇപ്പോഴത്തെ മഠാധിപനെ ഞാൻ നേരത്തെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ പഴയ ഒരു ബോക്സ് ഇവിടെ സ്ഥിരമായിട്ട് വരാറുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടാണ് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്നത്. രണ്ടുപേരല്ല, ഞങ്ങൾ 4 പേരുണ്ട്. ഞങ്ങൾ 4 പേരും കൂടെ 2 വണ്ടികളിലായിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പം അകത്ത് പ്രവേശനം ഇല്ലെന്ന് തോന്നുന്നു, കാരണം അടച്ചേക്കുവാണ്. സ്വാമിയെ കാണാനുള്ള അവസരമൊന്നുമില്ല. തന്നെയല്ല, ഇപ്പോൾ ഒരു പണ്ടുള്ള ഒരു സിസ്റ്റത്തിലോട്ടാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം പണ്ടുള്ളവർ പറയും, നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്ത് കഴിഞ്ഞാൽ കുളിച്ചിട്ടേ വീടിന് അകത്ത് കയറാവൂ എന്നുള്ള ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞ് വന്ന സമയത്ത് ആ ഒരു സിസ്റ്റമേ മാറ്റിയായിരുന്നു. അപ്പം നമ്മൾ ശ്രീനാരായണ കോളേജ് ഇവിടെയാണ്. ലെഫ്റ്റ് സൈഡിലുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്, ഹയർ സെക്കൻഡറി സ്കൂളാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ. SM കോളേജ് ആയതേ ഉള്ളൂ. ലെഫ്റ്റ് സൈഡിലാണ് SM കോളേജ് ഉള്ളത്. എൻ്റെ കസിൻ ബ്രദറെല്ലാം പഠിച്ചിരുന്ന കോളേജാണിത്. ഇത് നേരെ ലെഫ്റ്റിൽ കാണുന്നതാണ് SM കോളേജ്. ഇത് നേരെ പാരിപ്പള്ളി കല്ലുവാതുക്കൽ ഏരിയയിലോട്ടാണ് പോണത്, ഈ റോഡ്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഒന്ന് ഡീസൽ അടിക്കാനുള്ള ഏരിയ ഒന്ന് കണ്ടെത്തണം. അപ്പോൾ നമുക്ക് ഈ ഓട്ടോ ചേട്ടൻ്റെ അടുത്തൊന്ന് ചോദിച്ചു നോക്കാം. ഓട്ടോ ചേട്ടൻ പറഞ്ഞു തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കാം. ചേട്ടാ, പെട്രോൾ ബങ്ക് എവിടെ ഉണ്ട്? പെട്രോൾ ബങ്ക് ഈ വഴി ഇല്ല. നടേര 2 കിലോമീറ്റർ അല്ലോ? ആ, നല്ലതാണോ അത്? ഓ, ഇത് പോവാം. ശരി, താങ്ക്സ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. അതുകൊണ്ട് നടയറയിൽ നിന്ന് ഡീസൽ എടുക്കാമെന്നുള്ളതാണ് വിചാരിക്കുന്നത്. ഇതിപ്പോൾ ശ്രീനിവാസപുരമായി. മന്നാനിയ ഇസ്ലാമിയ കോളേജാണ് ലെഫ്റ്റിൽ കണ്ടത്.
നമ്മളിപ്പം റോഡിൻ്റെ വീഡിയോ മാത്രമേ കാണുന്നുള്ളൂ. നമ്മളിപ്പം സൈഡ് വീഡിയോസൊക്കെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് അതിനുള്ള റിസോഴ്സസ് ഇല്ലാത്തതുകൊണ്ട് സാധാരണ ക്ഷമിക്കുക. ഇപ്പം ഗ്രൂപ്പായിട്ട് വല്ലതും പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് കൂടുതലായിട്ട് ഇപ്പം ഒരാളുകൂടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് വണ്ടി ആൾക്ക് കൊടുത്തിട്ട് നമുക്ക് ചുറ്റുപാടുമുള്ള കാര്യങ്ങളൂടെ ആഡ് ചെയ്ത് പോകാമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബോറാകുന്നില്ലല്ലോ അല്ലേ? ബോറാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് നിങ്ങൾ ഇടുക. ഞാൻ അതിനനുസരിച്ച് മാറ്റം വരുത്തുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഡീസൽ അടിച്ചു. അപ്പോൾ ഇനി റിസ്ക് എടുക്കാതെ പോവാം. അപ്പോൾ രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വെള്ളം എടുക്കാൻ വിട്ടുപോയി. അപ്പം എവിടെയും നിർത്തി വെള്ളം കുടിക്കണ്ട എന്നുള്ളതാണ് നമ്മുടെ ഒരു ശീലം.